ജോണിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓ, അതിപ്പോ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്നാലും നിന്റെ മധുരം വെപ്പായിട്ട് പോലും കൃത്യസമയത്ത് എത്താതെ. ചേച്ചിയുടെ പറച്ചിൽ കേട്ടോ തോന്നുന്നു ഇതിനു മുന്നേ ചേട്ടൻ എല്ലാ പരിപാടിക്കും ഇവിടെ കറക്റ്റ് സമയത്തിന് വന്നിട്ടുണ്ടെന്ന്. ചേച്ചി ടെൻഷൻ അടിക്കാതെ ഇങ്ങോട്ട് വാ, അവിടെ താഴെ അച്ഛൻ വന്നിട്ടുണ്ട്. വാ. അല്ല, നീ പോയിട്ട് വാ, ഞാനൊന്ന് ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് വരാം. എന്നാ ചേച്ചി ട്രൈ ചെയ്തോ, ഞാൻ താഴെ കാണും. ശരി. കൺട്രോൾ കോളിംഗ്. ചുരം 4ാമത്തെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഉണ്ട്, സ്പോട്ടിലേക്ക് എത്തുക. മുറിവിൻ്റെ ആട് അല്പം കൂടുതലാണ്, ഉണങ്ങാൻ കുറച്ച് ദിവസം പിടിക്കും. TT എടുത്തിട്ട് എത്ര നാളായി? 1 മാസത്തിന് മുമ്പ് എടുത്തതാ. ആ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ ഈ കൈ ഒന്ന് ഡ്രസ് ചെയ്തു കേട്ടോ. ശരി. എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിനുണ്ട്. മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് സാർ. ഇപ്പോൾ ഉണ്ട് സാർ, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. സാരമില്ല, ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഡാഷിലേക്ക് വെച്ചാൽ ശരി സാർ. ഫെലിക്സ് അവിടെ? സാർ ഇവിടെ ഉണ്ട്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം സാർ. ഇപ്പം എങ്ങനെയുണ്ട് കൈ? കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പെയിൻ ഉണ്ട്, പെയിൻ കില്ലർ കഴിച്ചു. സാറിന് എങ്ങനെയുണ്ട്? ചെറിയൊരു പെയിനുണ്ട്. ഫെലിക്സിൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ല സാർ. MLA എടുക്കണ്ട, അവനെ ഇറക്കാനുള്ള ശുപാർശ കോളായിരിക്കും. എന്നിട്ട് എന്താ കാര്യങ്ങൾ? നമ്മുടെ കേരള സ്റ്റേഷനിൽ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്ന അവനല്ല, വേറെ 2 പേരാണ് ഈ മോഹനെ വെട്ടിയെന്നത്. പക്ഷേ ഈ മോഹൻ്റെ വീട്ടിലേക്ക് ഇവർ 2 പേര് എത്തിച്ച ഇവരാണ്. അതവൻ സമ്മതിച്ചിട്ടുണ്ട് സാർ. എന്നിട്ട് ആ 2 പേരെ ഡീറ്റെയിൽസ് കിട്ടി. ഒരുത്തൻ്റെ പേര് ലിജോ, മറ്റവൻ്റെ പേര് മനു. ഇവർ 2 പേര് ഇടുക്കിക്കാരാണ്. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയല്ല, മുല്ലക്കുടിയാണ്. സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലിജോയും മനുവും പിന്നെ നമ്മുടെ കയ്യിലെ പ്രവീണിൻ്റെയും പേരിൽ 4 അടിപിടി കേസുണ്ട്. അവന്മാരെ അന്വേഷിച്ച് പോലീസ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരോട് എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞ. അവന്മാരെ വീട്ടിൽ കാണാൻ ചാൻസ് ഇല്ല. സാർ, എന്തായി? അത് ഇടിച്ചിഞ്ച പരിവാക്കിയിട്ട് അവൻ പറയുന്ന അവന്മാർ തന്നെ ചെയ്തതെന്നാ. പാർട്ടി പ്രശ്നത്തിൻ്റെ പേരിലാണെന്നാ പറയുന്നത്. ഇനിയൊന്നും ചെയ്യണ്ട, FIR നാളെ കൂടുതൽ ഹാജരാക്കും. ശരി സാർ, ഓക്കെ. സാറേ, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ചുരം 4-ാം വളവിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയി. ബൈക്ക് ഓടിച്ചയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇവിടെ നേരെ പോയേക്കണം. അഭിലാഷും മനോജും പോയിട്ടുണ്ട് സാർ. ശരി സാർ. സാറ് പറഞ്ഞ പോലെ അവരോട് ഇല്ല. 2 ആഴ്ചയായിട്ട് 2 പേര് വീട്ടിലും ചെന്നിട്ടില്ല. അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ. ഫെലിക്സ് അതൊന്നും എനിക്ക് വാട്സപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഡീറ്റെയിൽസ് നിറക്കണം. അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധയും വേണം. ഓക്കെ സാർ. ഇവരുടെ മൊബൈലൊന്ന് ട്രാക്ക് ചെയ്തേക്ക്. ഞാൻ ഒന്ന് വീട് വരെ പോവാം. ഓക്കെ സാർ. അല്ല സാർ, എറണാകുളം വരെ സാറൊക്കെ നീ കൈ വെച്ച് ഡ്രൈവ് ചെയ്യാം. ഒന്നും സാരില്ല, നാളെ പെങ്ങളുടെ എൻഗേജ്മെന്റ്. എന്തായാലും ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് 2 പേർക്ക് മുങ്ങാൻ പറ്റില്ല. 2 പേരും കല്യാണത്തിന് വന്നാൽ മതി. ശരി സാർ. ഫെലിക്സ് സാർ. ഹലോ ജോൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ആ ജോൺ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? സാർ, നമ്മുടെ ആ പാർട്ടിയിലെ മോഹനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പൊക്കിയുണ്ട് സാർ. ഓ, ഗുഡ് ഗുഡ്. പക്ഷേ 2 പേരെ ഇവിടെ കിട്ടാനുണ്ട്. ആ, ഒരു മനു, ലിജോ. അവന്മാരിപ്പോൾ ഇവരാണ്. പക്ഷെ നമുക്ക് ഉടനെ പോകാം സാർ. ആ ജോൺ, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഷുവർ സാർ. സാർ, അതുപോലെ തന്നെ നമ്മുടെ ചുരത്തിലൊരു ആക്സിഡന്റ്, ഒരു സ്പോട്ട് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും സാർ. അത് കഴിഞ്ഞ് ഞാനൊന്ന് വീട്ടിലേക്ക് പോകും. നാളെ പെങ്ങളുടെ എൻഗേജ്മെന്റ്. ഓ, അത് നാളെയാണല്ലേ? ആശംസകൾ പറഞ്ഞേക്ക് അനിതിയോട്. ഷുവർ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ശരി. അഭിലാഷ് എന്ത് സാർ താഴെയുണ്ട്. ആ
സാർ എത്ര മണിക്കായിരുന്നു സംഭവം? 8:45 സാർ. മുകളിലെ വളവിലാണ് ആക്സിഡന്റ് നടന്നത്. ബൈക്കിൽ തെറിച്ച് ബസ്സിന്റെ മുകളിലോട്ട് വീഴുമായിരുന്നു. പിന്നെ ഇടിച്ച വണ്ടി നിർത്താതെ പോയി സാർ. മരിച്ച ആളുടെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? കിട്ടി സാർ. പേര് റെജി, സ്ഥലം എറണാകുളം. എറണാകുളത്തോടെ കാക്കനാടാണ് സാർ. വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി എറണാകുളം ജില്ലകളിലെ എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തേക്കണം. ഓക്കെ സാർ. ഇടിച്ച പാർട്ടി ചിലപ്പോൾ ടെൻഷനായിട്ട് നിർത്താതെ പോയതായിരിക്കും സാർ. ഇനി ഏതെങ്കിലും സ്റ്റേഷനിൽ അയാൾ സറണ്ടർ ആയാലോ? ശരി സാർ. സാർ പിന്നെ ഈ ബസ്സിൻ്റെ കാര്യം എങ്ങനെയാണ്? അത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഇല്ല. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടേ. വെറുതെ പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ സാർ. ശരി, എന്നാൽ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി. ആ. നല്ല നാടൻ താറാവ് വെച്ചോ, വയറിറച്ച് കഴിക്കും. മാത്യു, എന്തോ ജോണിനെ കണ്ടില്ലല്ലോ. ഇതങ്ങോട്ട് വെച്ചോ. അവൻ്റെ കാര്യമൊന്നും പറയണ്ട ചോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ 2 പെമ്മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവൻ്റെ പേരാരെങ്കിലും പറഞ്ഞാൽ തന്നെ എൻ്റെ ഉള്ള മൂടും പോകും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ജെസ്സി നിൽക്കണം കണ്ടില്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. അതിപ്പോൾ അവൾ കേട്ടാലെന്താ? അവളൊരു പാവമായതുകൊണ്ടല്ലേ അവനെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ പണ്ട് ഡിവോഴ്സ് വാങ്ങി വീട്ടിൽ പോയനെ. ദൈവമേ, ഞാൻ ചോദിച്ചത് കുടുങ്ങി. മാത്യു, എല്ലാം ശരിയാവും. ഓ, അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ചോ. ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എടുത്തില്ല. എന്തൊരു തിരക്കായി പോയാ? എനിക്കെന്ത് തിരക്ക്? ജോണിനല്ല തിരക്ക്. കുറച്ച് പ്രശ്നത്തിലായി പോയി. എന്താ അവിടെ കാര്യങ്ങൾ? എല്ലാം ഓക്കെ ആയോ? ഞാൻ എത്ര തവണ വിളിച്ചു? ഒരു തവണയെങ്കിലും ഫോൺ എടുത്തൂടെ? അത് ജീപ്പിലായി പോയി. അതെടുക്കാൻ പറ്റായിരുന്നു. അപ്പം നല്ല ദേഷ്യത്തില. അപ്പം ഇന്നത്തെ ദിവസം തീരുമാനമായി. ഇപ്പൊ എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ വരാം. ശരി. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നാളെ രാവിലെ പള്ളിയിൽ വന്നാൽ മതിയായിരുന്നല്ലോ. എടാ, നിനക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു പെങ്ങളുടെ മധുരം വെപ്പിന് ആങ്ങളെ കയറി വരുന്ന സമയം കണ്ടില്ലേ? ഒന്ന് പതുക്കെ പറയേ, പിള്ളേരൊക്കെ എഴുന്നേക്കും. ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളായ ഒരു അനുസരണ വേണ്ടേ? ഇതിപ്പോ എന്റെ തൊണ്ടല്ലേ വെള്ളം പറ്റാന്നല്ലാതെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വല്ലം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ. രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. മോളെ ചെന്ന് വിളമ്പി കൊടുക്ക. നീ ഒരൊറ്റ ആളാണ് പിന്നെ വഷളാക്കുന്നത്. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എടുത്തു ഞാൻ പോരും. സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ ലൂത്തർ എത്തിയില്ലേ? ഓ, ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി. ഓ, അവിടെ അച്ഛനും മോനും തമ്മിൽ ബഹളം വെക്കുമ്പോൾ നല്ല സുഖമാണല്ലോ ഉറങ്ങാൻ. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ആഹാ, കയ്യിലെന്തൊരു കെട്ടൊക്കെ. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഇതൊന്നും പറഞ്ഞ നീ കിടന്ന രാവിലെ എണീക്കാൻ. അതെ, രാവിലെ 5 മണിക്ക് എന്നെ ഒന്ന് പനമ്പള്ളി കൊണ്ടാക്കണേ. എന്തിന്? എനിക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. ശരി, കൊണ്ടോ. കിടന്നോ. ചേട്ടാ. ഓ, നീ നിർത്താറായില്ലേ? കല്യാണം കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അത് ചേട്ടൻ അങ്ങോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി അതും കുത്തിക്കൊണ്ടിരിക്കേണ്ട കിടക്കാൻ നോക്ക്. ശരി. എന്തായി? ഉറങ്ങിയ? ദേഷ്യത്തില? ഞാൻ ദേഷ്യത്തിലൊന്നല്ല. അധികം ബലം പ്രയോഗിക്കണ്ട. കൈമുറിഞ്ഞിരിക്കല്ലേ. ഓ, അതൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. മര്യാദക്ക് കിടക്കാൻ നോക്ക്. എന്തായാലും ഫെലിക്സ് കണ്ടക്ടർ ഒന്ന് വിളിക്കേ. എന്നിട്ട് പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഒന്ന് കളക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ട് പാസഞ്ചേഴ്സ് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എടുത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒന്ന് അയച്ചു തരാൻ പറയും. ഓക്കെ സാർ.
സാർ ഇതിലൊന്നും ക്ലിയർ അല്ലല്ലോ. ATM CCTV ഫുട്ടേജ് ഏത് ഫോൾഡറിലാണ്? സെയിം ഫോൾഡറാണ് സാർ. ഒന്ന് ഓപ്പൺ ചെയ്യും. ഈ വണ്ടിയുടെ RC ഡീറ്റെയിൽസ് നടക്കാം. ഓക്കെ. എടാ വർഗീസ് ചേട്ടൻ്റെ മോളെ കെട്ടിച്ച് വിട്ടാടാ ആലപ്പുഴ. ആ മോൻ ചെറുക്കൻ മരിച്ചു പോകുന്നു അല്ലേ? വെള്ളത്തിൽ പോയി. ഓട്ടോമല്ലോട്ട് വിളിക്കണം കേട്ടോ. ചാച്ചനെ തിരക്കെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. ആരാ? ആ അല്ല, ഞാൻ വർഗീസ് ചേട്ടനെ അന്വേഷിച്ചു വന്നു. എന്നെയോ? എന്നായിരുന്നു? അല്ല, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ? മൂന്നാർക്ക്. മൂന്നാർ. എന്നാ കൊണ്ടുപോകാൻ? അലമാര. അതൊക്കെ സിമ്പിൾ കേട്ടില്ല, നമുക്ക് കൊണ്ടുവന്നേ. അതെ, ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ പോയിരുന്നു. വൈഫ് പറഞ്ഞു. അല്ല, ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ. ഞാനേ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഉള്ള ആളല്ലേ? മൂന്നാർ. അത് പറ. ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം എനിക്ക് അറിയാൻ പറ്റും, ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട്. എനിക്കറിയാം. വർഗീസൻ ഒരു മിനിഞ്ഞാന്ന് മൂന്നാർ വന്നിരുന്നല്ലേ വണ്ടി? മിനിഞ്ഞാന്നോ? ഇല്ല, മിനിഞ്ഞാന്ന് ഓട്ടോ ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മഴയൊക്കെ അല്ല. വർഗീസനെ ആരോ കണ്ടു എന്ന് പറഞ്ഞു വളവിൽ വെച്ച്. എന്നെ അങ്ങനെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത്. വന്നില്ലായിരുന്നു? ഇല്ലെന്നേ, ഞാനങ്ങ് ഓട്ടോ പോയല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി. വർഗീസ് ചേട്ടൻ്റെ വണ്ടി ഒന്നിടിച്ചു. വർഗീസിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടി. പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയതെല്ലാം നന്നായി, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകുമ്പോൾ എനിക്ക് പണിയായാണ്. നിങ്ങൾക്ക് ആള് മാറിയായിരുന്നേ. ഞാനല്ല സാർ, നമുക്ക് അങ്ങനെ വരാൻ വഴിയില്ല. വർഗീസിൻ്റെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിച്ചു. റജി എന്നാണ് പേര്. വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, പ്രകാശൻ. അയാളിപ്പോൾ കാണാനില്ല. അയാൾ എവിടെയാണ്? അയാളെ കൊന്നോ അതോ ജീവനോടെ ഉണ്ട്? പോക്കൃത്തരം പറയല്ലേ കേട്ടോ. കൊന്നോന്നോ? ഇയാൾ പോയാൽ എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കും വേറെ പണിയുണ്ട്. വിട്ടേപ്പാ, എനിക്ക് പോണോന്ന്. പോവും, പക്ഷെ നിന്നെ കൊണ്ടേ പോവും. പോലീസേ, സാർ വർഗീസിനെ പിടിച്ച വണ്ടി കയറ്റി. സാറേ ഞാൻ അല്ല സാറേ, ഞാനല്ലെന്ന് സാറേ, ഒന്നും ചെയ്യല്ലേ സാർ. വണ്ടി എടുത്തു. വർഗീസേ, ഇനി പറ വർഗീസേ, അന്നെന്താ സംഭവിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. വർഗീസിന് ഈ ഒരു വണ്ടിയല്ലേ ഉള്ളൂ? അതെ സാർ. വർഗീസ് എന്നോട് പറഞ്ഞത് വർഗീസ് എന്ന ഓട്ടം പോയിട്ടില്ല എന്ന് അല്ലേ? ഇത് പിന്നെ ആരുടെ വണ്ടിയാ? ഇത് ഇടിച്ചതിന് ശേഷമുള്ള ഫോട്ടോ. ഇത് വർഗീസിൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറിയതിൻ്റെയും പെയിൻ്റ് അടിച്ചതിൻ്റെയും വർക്ക്ഷോപ്പിലെ ബില്ല്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം സാറേ, സത്യം പറയാം. പറയും. അന്നെന്താ സംഭവിച്ചത്? അന്ന് മൂന്നാറ് പച്ചക്കറി ഇറക്കാൻ വന്ന സാറേ. ഇറക്കി കഴിച്ചപ്പോൾ ഒരുപാട് സമയം പോയി. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മഴയാണ് സാറേ.
സത്യത്തിൽ ഇതാ സാറേ സംഭവിച്ചത്. മനപ്പൂർവ്വം ഇടിപ്പിച്ചല്ല സാറേ, പേടിച്ചിട്ടാ സാറേ ഞാൻ ആരോടൊന്നും പറയാഞ്ഞത്. സത്യമാ സാറേ. വർഗീസേ, വെറുതെ ഇട്ടി വാങ്ങിക്കണ്ട. പറ, നീ പ്രകാശൻ എന്താ ചെയ്ത്? നിങ്ങൾ ഈ പറയുന്ന പ്രകാശൻ ആരാന്ന് പോലും എനിക്കറിയില്ല സാറേ. പിന്നെ പ്രകാശൻ അവിടെ പോയി ആവേ പോയാ? സാർ ഒരു മിനിറ്റ് ഒന്ന്. നീ പ്രകാശൻ എന്താ ചെയ്ത്? സാർ ഞാൻ ഈ വർഗീസിനെ പറ്റി അന്വേഷിച്ചു. അതൊരു സാധാരണ കുടുംബമാണ്, അടിമാലിലെ താമസം. ഈ അടുത്ത് അയാളൊരു കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് എത്തി ഒരെണ്ണം റിമൂവ് ചെയ്തു. ഇതിനൊക്കെ അയാളെ കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരും ഭക്തസംഘടനയും കൂടി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടാണ് കുടുംബം വളർത്തുന്നത്. പിന്നെ അയാളെപ്പറ്റി അന്വേഷിച്ചാൽ അയാൾ അത്ര പ്രശ്നക്കാരൊന്നുമല്ല സാർ. അയാളെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ സാറിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. സാർ അണർന്നു കൊടുത്ത് അവൻ പറയും സാർ. ഇയാൾക്ക് പ്രകാശിൻ്റെ മിസ്സിംഗ് കേസായിട്ട് ബന്ധമൊന്നും തോന്നില്ല. അപ്പം പ്രകാശൻ എവിടെ പോയി സാർ? എനിക്കല്ല സാറേ. വർഗീസ, ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ വർഗീസിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറകെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നു? ഇല്ല സാർ, ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ സാർ. വർഗീസിൻ്റെ വണ്ടി പോയതിന് ശേഷം വന്ന വണ്ടിയായിരിക്കും പ്രകാശനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ വണ്ടിയുടെ സൈഡിൽ നമ്പർ ഇല്ലല്ലോ. ഫെലിക്സേ, വർഗീസിൻ്റെ വണ്ടി പാസ് ചെയ്തിട്ടുള്ളത് 8:49-നാണ്. അതിനുശേഷം പാസ് ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം ആ നമ്പറില്ലാത്ത പിക്കപ്പ്. ഇതിനകത്തുണ്ടായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന പ്രകാശം.
സുബിൻ്റെ വീട്ടുകാരെന്ന പരാതിയിൽ അവനൊന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്താത്തതുകൊണ്ടാണ് അവർ സ്കൂളിൽ അന്വേഷിച്ചത്. അപ്പോൾ അവൻ സ്കൂളിലും ചെന്നിട്ടില്ല. അതിന് ശേഷമാണ് അവർ സ്റ്റേഷനിൽ വന്നത്. ഈ പയ്യൻ സ്കൂൾ ബസ്സിലല്ലേ പോണേ? സ്കൂൾ ബസ് എന്തോ 2 ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അല്ലാത്തപ്പോൾ അവനോട് ബസ് കയറാറ്. ഈ പയ്യൻ എവിടെ പഠിക്കണേ? ഡീപ്പോൾ സ്കൂളിൽ. ഏതിൽ? 7ാം ക്ലാസ്സിൽ. ഈ സുബിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ് സാർ. നിങ്ങൾ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയി. എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സാറേ? നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സുബിനെ കാണാതായതിനു ശേഷം എന്തെങ്കിലും സംശയം തോന്നുന്ന കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല സാറേ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. മോൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. ഒരു കുഴപ്പമില്ല. എനിക്ക് സുബിൻ്റെ മുറി ഒന്ന് കാണണം. അവനങ്ങനെ പ്രത്യേകം മുറിയൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടന്നിരുന്നത്. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല സാറേ. ഞാനും അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കാം സാർ. പക്ഷേ ഇവളോട് ഒറ്റയ്ക്കായി പോകും. എനിക്ക് എൻ്റെ കുടുംബമെല്ലാം പുറത്താണ് സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ. നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. സുബിൻ്റെ ഫുഡ് സൈസ് 6 അല്ലേ? അതെ. എന്താ സാർ? ഇല്ല, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. അലക്സാ, സുബിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. 9 മണിക്കും 10 മണിക്കും ഈ റൂട്ടിൽ ഓടിയിട്ടുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അവർക്ക് ഈ സുബിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരാരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, ചുരുറങ്ങി പോകുന്ന വണ്ടികൾ, ഇതെല്ലാം സെർച്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്നൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീപ്പോൾ എന്നല്ലേ പറഞ്ഞ് അവൻ പഠിക്കുന്ന സ്കൂൾ, അവിടെ ചെന്നിട്ട് പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. അവർക്ക് അറിയുമെന്ന് ചോദിക്കണം. സാറ് പറയുന്നത് ഈ സുബിൻ്റെ മിസ്സിങ്ങും പ്രകാശിൻ്റെ മിസ്സിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ? ബന്ധമുണ്ടെന്നല്ല, ചിലപ്പോൾ ബന്ധം ഉണ്ടാവാം. കാരണം ആദ്യം മിസ്സിങ് ആയത് ഒരു അധ്യാപകൻ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്. നോക്കാം. ഫെലിക്സ്, ഇന്ന് അതുവഴി പോയ ബസ്സിൽ ആ പയ്യൻ കയറിയിട്ടില്ല സാർ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ടീച്ചേഴ്സ് മീറ്റിങ്ങിനോ വല്ല യുവജനോത്സവത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട്? ഇല്ല സാർ. സാർ, ഈ ലിജോന്റെ ആന്റി ഈ നെടുങ്കണ്ടത്തോട്ട് പോകുന്ന വഴിയിലുള്ള സെന്റ് പീറ്റേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 10 ദിവസത്തെ ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനം തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇവരിപ്പോഴാണ് വന്നത്. എനിക്കെന്തോ ഡൗട്ട് ഉണ്ട് സാർ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. പക്ഷേ ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളവരിൽ മനു, ലിജോ അങ്ങനെ 2 പേരുണ്ട്. മനു, ലിജോ അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ല. ഫെലിക്സ്, ഫോട്ടോസ് ഒന്ന് കാണിക്കും. സാർ, ഇവർ 2 പേരോട് ഉണ്ട്, പക്ഷേ പേര് ഇതല്ല.
അതാരോട് കൊട്ടേഷനായിരുന്നു? മോഹനെ തീർക്കാൻ പറഞ്ഞതാരാ? മോഹനെ തീർക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? സർ, മോഹനെ തീർക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? പറയ്. സർ, 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 ഫോൺ, ഫോൺ. ഹലോ ഹലോ ഹലോ